പാലായിൽ എതിർ സ്ഥാനാർത്ഥി ആരായാലും UDF-ന് വിജയം ഉറപ്പെന്നാണ് മാണി കാപ്പൻ പറയുന്നത്. ജോസ് കെ മാണി UDF-ൽ വന്നാലും താൻ തന്നെയായിരിക്കും പാലായിൽ സ്ഥാനാർത്ഥി. ഇത്തവണ ഭൂരിപക്ഷം 20,000 കടക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മണ്ഡലത്തിലെ ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ കഴിഞ്ഞതാണ് തന്റെ നേട്ടം. പാർട്ടി ഒരു സീറ്റ് കൂടി കൂടുതൽ ആവശ്യപ്പെടുമെന്നും എലത്തൂർ സീറ്റ് വെച്ചുമാറാൻ തയ്യാറെന്നും കാപ്പൻ പ്രതികരിക്കുന്നു. പാലാ MLA മാണി കാപ്പൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലാ ഇത്തവണയും അനുകൂലമായിട്ടായിരിക്കും. കഴിഞ്ഞ തവണ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ജയിച്ചത്. ഈ പ്രാവശ്യം അത് 20,000 വോട്ടിനെങ്കിലും ജയിക്കും. എതിർപ്പാളയത്തിൽ ജോസ് കെ മാണി, ഷോൺ ജോർജ് എന്നീ പേരുകളൊക്കെയാണ് കേൾക്കുന്നത്. ചെറിയ ആശങ്കയുണ്ടോ? അല്ല, കഴിഞ്ഞ തവണ ജോസ് കെ മാണിയാണ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോകുകയാണെന്ന് ചാനലുകൾ ഉൾപ്പെടെ പറഞ്ഞതാണല്ലോ. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയിരുന്നു? 15,370 വോട്ടിന് ഞാൻ ജയിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ആരെതിരെ നിന്നാലും 20,000 വോട്ട് പോലും പാലാ ജയിക്കും. അതിന് കാരണം ആ മണ്ഡലത്തിൽ ഞാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാലാ ടൗണിലല്ല, ഗ്രാമങ്ങളിലേക്ക്. അതിൻ്റെ വ്യത്യാസം വോട്ടിൻ്റെ നമുക്ക് ലഭിച്ച വോട്ട് നോക്കുമ്പം മേലുകാവ് പഞ്ചായത്തിൽ ആകെ പോൾ ചെയ്ത് 5,300 വോട്ടാണ്. അവിടെ 1,800 വോട്ട് എനിക്ക് ലീഡുണ്ട്. കാരണം കുറേ ഡെവലപ്മെൻ്റ് അവിടെ വന്നിരുന്നു. ആ ജനങ്ങൾ തീർച്ചയായും ആ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്ന ആളെ ഉറക്കും. അവിടെയുള്ള വോട്ടിന് ഒരു വിലയാണ്, പാലാ ടൗണിൽ കിടക്കുന്ന വോട്ടിന് ഒരു വിലയാണ്. അതിൽ മഹാത്മാഗാന്ധിജി പറഞ്ഞ ഗ്രാമങ്ങളിലൂടെ വേണം വികസനം. അത് പട്ടണങ്ങളിലായി മാറും, പിന്നെ നഗരങ്ങളായി മാറും. ഇപ്പോൾ തൊടുപുഴയും പാലായിട്ട് കമ്പയർ ചെയ്തേ. പാലാ പണ്ട് പട്ടണമായിരുന്നു. എൻ്റെ പിതാവൊക്കെ മുനിസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ പാലാ പട്ടണമായിരുന്നു, തൊടുപുഴ ഒരു ഗ്രാമമായിരുന്നു. ഇന്ന് തൊടുപുഴ നഗരമായി. പാലാ ഇപ്പോഴും പട്ടണത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിൽക്കുക. ഞാൻ പാലായിലൊരു പൊതുപ്രസ്ഥാനത്തിന് ആകെ കാശ് കൊടുത്തിട്ടുള്ളത് ഇപ്പം KSRTCയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ബാക്കി കുറേ റോഡുകൾ ഇത് മുനിസിപ്പൽ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി പലയിടത്തും പൈസ ഇല്ല, അപ്പോൾ റോഡ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ഭാഗത്തേക്ക് പോകുമ്പം 2 ഹോസ്പിറ്റൽസ് വന്നു, പിന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ വന്നു, പിന്നെ ഒരുപാട് പാലങ്ങൾ, വഴികൾ, അതെല്ലാം ജനം ഓർത്തിരിക്കില്ലേ. വികസന അനുകൂലമാണല്ലേ? അതെ, അത് രാഷ്ട്രീയത്തിന് അതീതമായൊരു വികസനം നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ പ്രത്യേകത. UDF-കാർക്ക് മാത്രമല്ല പൈസ കൊടുത്തിട്ട്, എല്ലാവർക്കും, എല്ലാ വിഭാഗങ്ങൾക്കും. വയനാട്ടിലെ രാഷ്ട്രീയ പഠന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് വിസ്മയകരമായ മാറ്റങ്ങൾ മുന്നണിയിൽ നടക്കുമെന്നാണ്. ജോസ് കെ മാണിയുടെ വരവൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തതിനെ വായിക്കാമെങ്കിൽ ജോസ് കെ മാണി UDF പാളത്തിലേക്ക് എത്തുമോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്? അത് ചാനലുകാർക്ക് എങ്ങനെ വേണേൽ വായിക്കാൻ. ജോസ് കെ മാണി UDF വരുന്നത് നീന വിരോധം. UDF തീരുമാനം അതാണ് വന്നോട്ടെ. പക്ഷെ പാലായി ഞാൻ മത്സരിക്കും, അതിനകത്ത് തർക്കമൊന്നുമില്ല. എന്ത് മുന്നണി മാറ്റം ഉണ്ടായാലും പാലായിലെ സ്ഥാനാർത്ഥി താങ്കൾ തന്നെ. ആ മുന്നണി ആർക്കും മാറാമല്ലോ. ആരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്, അവർ വന്നോട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഈ നേരം വരെ ജോസ് കെ മാണിയുടെ വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ UDF-ലും ഞാൻ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കുമോ UDF-ൽ? ഞങ്ങൾ 3 സീറ്റ് തരുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ UDF ചേർന്നത്. ഇത്തവണ ആ സീറ്റ് തരണം എന്ന് പാർലമെന്റ് ഇലക്ഷന്റെ സമയത്തുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തരും എന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെ സീറ്റാണെന്നുള്ളൊരു നമ്മളൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടോ? അല്ലാതെ എലത്തൂർ സീറ്റിലാണ് നമ്മളൊന്ന് മത്സരിച്ചത്. ഒരെണ്ണം പാലയും. എലത്തൂര് മാറി മുസ്ലിം ലീഗിനെടുത്താൽ കൊള്ളാമെന്ന് എന്നോട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവരുടെ ഇരിക്കുന്ന ഒരു സീറ്റ് പകരം ഞങ്ങൾക്ക് തരും. പിന്നെ അഡീഷണൽ ആയിട്ട് തരുന്ന സീറ്റ് അതറിയാൻ പറ്റില്ല. എന്തായാലും പാലായിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാണി കാപ്പൻ. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ആര് വന്നാലും UDF-ന്റെ സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് മാണി കാപ്പൻ. അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം. മാണി കാപ്പനുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി ജോസി ബാബു തത്സമയം ചേരുന്നു. ജോസി, LDF അനുകൂല തരംഗം ആഞ്ഞു വീശിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും സാക്ഷാൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിന് ആത്മവിശ്വാസം നിശ്ചയമായും മാണി കാപ്പനുണ്ട്. അതുകൊണ്ട് മാണി കാപ്പൻ അവിടെ തന്നെ തുടരാനാണ് സാധ്യത. മറ്റൊരു പേര് UDF കളത്തിൽ ഉയർന്നു വരാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ മാണി കാപ്പന് എതിരായി BJP-യിലും LDF-ലും ആരൊക്കെ വരാനാണ് സാധ്യത? ജോസ് കെ മാണി തന്നെയായിരിക്കുമോ വരിക? എങ്ങനെയൊക്കെയാണ് നിലവിൽ മാണി കാപ്പന്റെ പ്രതീക്ഷകൾ? PC തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാണി കാപ്പൻ. PC സൂചിപ്പിച്ചതുപോലെ 2021 ഇടതു തരംഗം സംസ്ഥാനത്താകെ ആഞ്ഞടിച്ചപ്പോഴും ജോസ് കെ മാണി എന്ന അതികായകനെ പാലായിൽ മലർത്തിയടിച്ച് വിജയമുറപ്പിച്ച ആളാണ് മാണി കാപ്പൻ. അന്ന്
ചില്ലറ വോട്ടുകൾക്കല്ല, 15,000-ഓളം വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചു കയറിയത്. അതിന്റെ ആത്മവിശ്വാസം തനിക്കുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് മാണി കാപ്പൻ. ഇക്കുറി തന്റെ ഭൂരിപക്ഷം 20,000 കടക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണി തന്നെ LDF-ൽ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മറ്റ് രാഷ്ട്രീയ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ മാണി കാപ്പനും ജോസ് കെ മാണിയും മുഖാമുഖം വരും. അപ്പോഴും ഒരു പ്രത്യേകത, ത്രികോണ മത്സരത്തിലുള്ള സാധ്യതയും പാലായിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. പാലായിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ ഷോൺ ജോർജിന്റെ പേരും കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം പാലായിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ആരൊക്കെ വന്നാലും തനിക്കാണ് വിജയമെന്ന് മാണി കാപ്പൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മുമ്പ് പതിറ്റാണ്ടുകളായി നഗര കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ പാലാ പട്ടണം കേന്ദ്രീകൃതമായി മാത്രമായിരുന്നു പാലായുടെ വികസനം ഉണ്ടായിരുന്നത്. പക്ഷേ താൻ MLA ആയി വന്നതിന് ശേഷം മേലുകാവ്, മൂന്നിലവ് പോലുള്ള പഞ്ചായത്തുകളിലേക്കൊക്കെയും സാധാരണക്കാരുടെ ഇടയിലേക്കും വികസനം എത്തിക്കുവാനും റോഡുകൾ എത്തിക്കുവാനും ആശുപത്രികൾ എത്തിക്കുവാനും ഒക്കെയും തനിക്ക് സാധിച്ചു. ആ നിലയ്ക്ക് വളരെ വ്യക്തിപരമായ ആഴത്തിലുള്ള ഇഴയെടുപ്പം തനിക്ക് പാലായിലെ വോട്ടർമാരോടുണ്ട്. അതുകൊണ്ട് ഇത്തവണ 20,000 വോട്ടിന് താൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മാണി കാപ്പൻ. അതോടൊപ്പം ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടല്ലോ, ആ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി UDF-ലേക്ക് തിരികെ വന്നാൽ ഒരുപക്ഷെ പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചോദ്യവും അന്തരീക്ഷത്തിലുണ്ടല്ലോ. ആ ചോദ്യവും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നു ജോസ് കെ മാണിയല്ല, ആര് വന്നാലും പാലാ സീറ്റിലെ UDF സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യവും മാണി കാപ്പന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ മാണി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് മത്സരിച്ചത്, പാലായിലും എലത്തൂരിലും. ഈ അധികമായി ഒരു സീറ്റ് കൂടി പാർട്ടി ആവശ്യപ്പെടുമെന്നും മാണി കാപ്പൻ പറയുന്നു. അത് പാലായ്ക്ക് പുറമെ എലത്തൂർ സീറ്റ് ലീഗുമായി വെച്ചുമാറാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് പകരമായി മറ്റൊരു സീറ്റ് തെക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മാണി കാപ്പനും പാർട്ടിയും മുന്നോട്ട് വെക്കുന്നത്. അതുകൂടാതെ മറ്റൊരു സീറ്റ് കൂടി മാണി കാപ്പൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പാലായിൽ ആത്മവിശ്വാസത്തിലാണ് മാണി കാപ്പൻ. ആ ആത്മവിശ്വാസം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ക്യാമ്പുകളെ ചെറുതല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം അത്രത്തോളം ഉറച്ച പ്രതീക്ഷയാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ജോസി, അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു സേഫ്. പാലായിലെ മാണി കാപ്പന്റെ വിജയം എന്ന് പറയുന്നത് ചരിത്രപരമായ വിജയങ്ങളാണ്. കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തത് ഒരു ചരിത്ര വിജയം തന്നെയായിരുന്നു. അതാ